നീ മണവാള, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ. ഞാൻ ഇൻസ്റ്റയില് മണവാളന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു. ഫൈറ്റിംഗ് ആന്ന് പറഞ്ഞിട്ടാണോ സ്റ്റോറി ഇട്ടിരിക്കണ സ്റ്റേറ്റ് ആന്ന് പറഞ്ഞിട്ട്. MMA ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല. ഇതൊരുമാതിരി നാടൻ തല്ലി ഏതൊരു ബംഗാളിന് 500 റുപ്യ കൂലിയും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടോളും കുറെ പേര് പറഞ്ഞു ഫേക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോൾ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു 4 or 3 പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട്. ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുക. വർഷങ്ങളോളം ഇവിടെ പ്രാക്ടീസ് ചെയ്യണവർക്ക് പൊട്ടന്മാരാ. ഞാൻ മണവാള നിന്നെ വെല്ലുവിളിക്കണേ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച്. നീ എന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്ടോ? നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും. ഇനി ഞാൻ കൊച്ചിയിൽ വെച്ചിട്ടൊരു ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിരുന്നു. അവിടെ മണവാളിനി ഒരാളും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതല്ലാണ്ട് വേറൊരു എന്റെ അറിവിലോ ഞങ്ങളെ ഫൈറ്റിംഗ് ഗ്രൂപ്പിലോ കാര്യം ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ കേസ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഫേക്ക് ആണെന്നാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയില്ല. അവന്റെ ഫാമിലിയിൽ തമ്മിലുള്ള എല്ലാവരും കൂടി കണ്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ